അൽ മുവാസാത്ത്, സമാശ്വാസം, ആശ്വാസം. 8ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ്. അതിലെ 1ാമത്തെ പാഠം ഐദിൽ മുവാസാത്ത് എന്നൊരു കഥയാണ്. ഐദിൽ മുവാസാത്ത്, ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സമാശ്വാസത്തിൻ്റെ കരങ്ങൾ. ഇത് റൈഹാൻ എന്ന് പറയുന്നൊരു കുട്ടി തൻ്റെ ഉമ്മയോടൊപ്പം ദുബായിൽ നിന്ന് വരുന്ന ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഹബ്ബത്ത് റീഹു ഷദീദത്തൻ, കാറ്റ് ശക്തമായി വീശി. വസൊബ്ബത്ത് ഖത്തറാത്തുൽ മത്തരി സൊബ്ബൻ സൊബ്ബൻ, മഴ കോരിച്ചൊരിഞ്ഞു. സൊബ്ബ എന്നാൽ ചൊരിഞ്ഞു എന്നാണ്. ഖത്തറാത്തുൽ മത്തരി, മഴത്തുള്ളികൾ. സൊബ്ബൻ സൊബ്ബൻ, കോരിച്ചൊരിയുന്ന രൂപത്തിൽ മഴ പെയ്തു. വ അർഅദത്തി സമാ വ അബ്രഖത്ത്, ആകാശത്ത് നിന്ന് ഇടിപൊട്ടി. അതേപോലെ അബ്രഖത്ത്, മിന്നലടിച്ചു. ഇടിയും മിന്നലും ഒക്കെയുള്ള ശക്തമായ മഴ, കാറ്റും എല്ലാമുണ്ട്. കുൻതു അൻതളിരു അബി ഫിൽ മത്താരി, ഞാൻ എൻ്റെ ഉപ്പയെ എയർപോർട്ടിൽ കാത്തു നിൽക്കുകയായിരുന്നു. റെയ്ഹാനാണ് പറയുന്നത്. കുൻതു അൻതളിറു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് അബി, എൻ്റെ പിതാവിനെ, ഫിൽ മത്താരി, എയർപോർട്ടിൽ. മറത്തി സാആത്തു തിൽവ സാആത്തിന്, മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. മറത്തി സാആത്തു തിൽവ സാആത്തിന്, തിൽവ മീൻസ് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വരിക. മണിക്കൂറുകൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മാ സിൽത്തു അത്തജവ്വലു ഫിൽ മത്താരി ഹുന വ ഹുനാക്ക, ഞാൻ എയർപോർട്ടിൽ അവിടെയും ഇവിടെയും ചുറ്റി നടന്നുകൊണ്ടേയിരുന്നു. മാ സിൽത്തു അത്തജവ്വലു, തജവ്വല എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി. മാ സിൽത്തു അത്തജവ്വലു, ഞാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു, ചുറ്റി നടന്നുകൊണ്ടേയിരുന്നു. ഫിൽ മത്താരി, എയർപോർട്ടിൽ. ഹുന വ ഹുനാക്ക, ഇവിടെയും അവിടെയും. റഅയ്തുൻ നാസ യഖ്റുജൂന മിനൽ മത്താരി മഅ അറബാത്തിഹിം, ജനങ്ങൾ എയർപോർട്ടിൽ നിന്നും അവരുടെ ട്രോളികളുമായി പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. റഅയ്തുൻ നാസ, ഞാൻ ജനങ്ങളെ കണ്ടു. യഖ്റുജൂന, പുറത്തേക്ക് വരുന്നത്. മിനൽ മത്താരി, എയർപോർട്ടിൽ നിന്നും. മഅ അറബാത്തിഹിം, അവരുടെ ട്രോളികളുമായി. അറബാത്ത് എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ്. ഇവിടെ എയർപോർട്ടിൽ ലഗേജുകൾ വെച്ച് കൊണ്ടുപോകാനുള്ള ട്രോളികൾ ഉണ്ടാവുമല്ലോ, ടയറുള്ള ആ ട്രോളി, അതിനാണ് ഇവിടെ അറബാത്ത് പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ടിനകത്ത് നിന്നും ആ അറബാത്തിൽ തങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ വരുന്നത്, അതായത് വിമാനത്തിൽ വന്നിറങ്ങിയ ആളുകൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. വയു ആനിക്കൂന, അവർ ആലിംഗനം ചെയ്യുന്നു. അക്രിബാഅഹും, അവരുടെ കുടുംബക്കാരെ. വ ഔലാദഹും, അവരുടെ മക്കളെ. ഫർഹൻ വ സുറൂറൻ, സന്തോഷത്തോടെ. അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവർ തങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന കുടുംബക്കാരെയൊക്കെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ എൻ്റെ ഉപ്പയും ഇപ്പോൾ വരും, അതും പ്രതീക്ഷിച്ചാണ് ഞാൻ എയർപോർട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ലാഹത്ത് തഫാസീലു ഹുബൂത്തി ത്വാഇറത്തി മിനൽ ഖാദിമത്തി മിൻ ദുബൈ, ദുബായിൽ നിന്നും വരുന്ന വിമാനം ഇറങ്ങുന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ ലാഹത്ത്, തെളിഞ്ഞു. ലാഹ മീൻസ് പ്രത്യക്ഷപ്പെട്ടു, തെളിഞ്ഞു. അവിടെ എയർപോർട്ടിലുള്ള സ്ക്രീനിൽ വരുന്ന വിമാനത്തിൻ്റെയും പോകുന്ന വിമാനത്തിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് കാണിക്കും അല്ലേ. അങ്ങനെ ദുബായിൽ നിന്ന് വരുന്ന വിമാനത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു. റഫ്രഫത്ത് നബലാത്തു കൽബി, അപ്പോൾ എൻ്റെ ഹൃദയം കൂടുതൽ മിടിക്കാൻ തുടങ്ങി, ശക്തിയായി മിടിച്ചു. ബിദിക്കിരി മുലാഖാത്തിൽ അബി, എൻ്റെ ഉപ്പയെ കണ്ടുമുട്ടുന്നത് ഓർത്തപ്പോൾ. വൽ ഹിബാത്തിലെത്തി ഫി ഹക്കീബത്തിഹി, അദ്ദേഹത്തിൻ്റെ ബാഗിലുള്ള സമ്മാനങ്ങളെക്കുറിച്ചും ഓർത്തപ്പോൾ. ബാഗിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവൻ്റെ ഓർമ്മ. അപ്പോൾ ഉപ്പ ഇപ്പോൾ വരുമല്ലോ അല്ലേ എന്നുള്ളൊരു ആകാംക്ഷ അവന് കൂടി. അങ്ങനെ ഫജഅതൻ, പെട്ടെന്ന്, സമയത്തു സൗത്തൻ മുഖീഫൻ, ഒരു ഭയാനകമായ ശബ്ദം ഞാൻ കേട്ടു. തദ്ഖുലു സയ്യാറത്തുൽ ഇസ്ആഫി വസയ്യാറത്തുൽ ഇസ്ആഫ് മീൻസ് ആംബുലൻസ്, ആംബുലൻസുകൾ വരുന്നു. വസയ്യാറത്തു ദിഫാഇൽ മദനി, സിവിൽ ഡിഫൻസ് വെഹിക്കിൾസ് വരുന്നു. ഫൗജൻ, കൂട്ടമായി ആംബുലൻസും സിവിൽ ഡിഫൻസ് വാഹനങ്ങളും മീൻസ് പോലീസും ഫയർഫോഴ്സും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കൂട്ടമായി എയർപോർട്ടിലേക്ക് വരുന്നു. ഈ ശബ്ദം കേട്ടതിന് പിന്നാലെ തഹയ്യറന്നാസ് കുല്ലുഹും, ജനങ്ങളെല്ലാവരും വെപ്രാളപ്പെട്ടു. വ ഐക്കൻതു വുഖൂഅ ഹാദിസി ത്വാഇറത്തില്ലത്തി ഫീഹാ അബി, എൻ്റെ ഉപ്പയുള്ള വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പിച്ചു. ഐക്കൻതു, ഞാൻ ഉറപ്പിച്ചു. വുഖൂഅ ഹാദിസിൻ, അപകടം സംഭവിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു. ഏതിന്?
അത്തായിറത്തിലെത്തി ഫീഹ അബി, എൻ്റെ ഉപ്പയുള്ള വിമാനത്തിന് അപകടം സംഭവിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു. അത്രയും വലിയ ശബ്ദമാണ് കേട്ടത്. ആംബുലൻസും മറ്റൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും അപകടമുണ്ടായിട്ടുണ്ട്. വക്കാലത്ത് കദിൻസലഖത്ത് അൻ മദ്രജിൽ മത്താർ, ആ വിമാനം എയർപോർട്ടിലെ റൺവേയിൽ നിന്നും തെന്നി നീങ്ങുകയായിരുന്നു. കാനത്ത് കദിൻസലഖത്ത്, തെന്നിപ്പോയി. അൻ മദ്രജ്, മദ്രജ് മീൻസ് റൺവേ. അൻ മദ്രജിൽ മത്താർ, എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് വിമാനം തെന്നി നീങ്ങിയതാണ്. സിർത്ത് വ ഉമ്മി ഫി ഖലക്കിൻ വഹുസ്നിൻ, ഞാനും എൻ്റെ ഉമ്മയും അസ്വസ്ഥതയിലും വിഷമത്തിലുമായി. ഫഇദൻ, അപ്പോൾ റന്ന ജവ്വാലുൽ ഉമ്മി, ഉമ്മയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു. റന്ന മീൻസ് റിങ് ചെയ്തു, ബെല്ലടിഞ്ഞു. വതകല്ലമത്ത് ഖലീലൻ, ഉമ്മ കുറച്ച് സംസാരിച്ചു. വതനഹദത്ത്, എന്നിട്ടൊരു നെടുവീർപ്പിട്ടു. വലമ്മത്നി ഇലൈഹ, എന്നെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. വക്കാലത്ത്, എന്നിട്ട് പറഞ്ഞു, യാ റൈഹാൻ, റൈഹാനല്ല തഹഫ്, പേടിക്കണ്ട. വാലിദു കഫി അമാനിൻ വസലാമിൻ, നിൻ്റെ ഉപ്പ സേഫാണ്, നിൻ്റെ ഉപ്പ സുരക്ഷിതനാണ്. ഹുവ ഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ സുമ്മദഹത്ത് മാ ഉമ്മി ഇലൽ മുസ്തഷ്ഫ, ഞാൻ ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. വലക്കീത്തു അബി, ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടുമുട്ടി. ആനക്കത്തുഹു, ഞാൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു, ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സുമ്മ ഹക്കാമ ഹദസ, പിന്നെ ഉപ്പ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഉപ്പ പറയുകയാണ്, കുന്നാഫി ത്വാഇറത്തി മസ്റൂരീന, ഞങ്ങൾ വിമാനത്തിൽ സന്തോഷത്തിലായിരുന്നു. വ ഉഅലിന അൻ ഹുബൂത്തി ത്വാഇറത്തി, വിമാനം ലാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യപ്പെട്ടു. വിമാനത്തിനകത്ത് ലാൻഡ് ചെയ്യാൻ സമയമാകുമ്പോൾ അനൗൺസ് ചെയ്യും, വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്, എല്ലാവരും ബെൽറ്റുകളൊക്കെ ധരിച്ച് ഇരിക്കണമെന്നുള്ളത് അനൗൺസ്മെൻറ്റ് വരും. അങ്ങനെ അനൗൺസ് ചെയ്യപ്പെട്ടു. ഹുബൂത്ത് മീൻസ് ലാൻഡിങ്, വിമാനം ലാൻഡ് ചെയ്യുകയാണ് എന്ന് അനൗൺസ് ചെയ്യപ്പെട്ടു. വറബത്ന ഹിസാമൽ അമാനി, ഞങ്ങൾ സെക്യൂരിറ്റി ബെൽറ്റുകളൊക്കെ ഇട്ടു, മീൻസ് സീറ്റ് ബെൽറ്റ് അല്ലേ, സീറ്റ് ബെൽറ്റൊക്കെ ബന്ധിച്ചു. വസ്തക്ന ഇലാ ലിഖാഇക്കും, നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ആകാംക്ഷയോടെ ഞങ്ങളിരുന്നു. ഇസ്തക്ക മീൻസ് ആകാംക്ഷാഭരിതരെ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ, അതാണ് ഞങ്ങളെ ഇനിയിപ്പോൾ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വിമാനത്തിലിരിക്കുകയാണ്. ഫഇദൻ, അപ്പോൾ ഇഹ്തസ്സത്തി ത്വാഇറത്തു ബിശക്ലിൻ മുഖീഫിൻ, വിമാനം പേടിപ്പിക്കുന്ന തരത്തിലൊന്ന് കുലുങ്ങി. ഇഹ്തസ്സ മീൻസ് കുലുങ്ങി. അത്വായിറത്തു, വിമാനം കുലുങ്ങി. ബിശക്ലിൻ മുഖീഫിൻ, ഭയാനകമായ രൂപത്തിലൊന്ന് കുലുങ്ങി. വർത്തഫഅൽ ബുകാഉ വൽ അവീലു മിൻ ബൈനിന, ഞങ്ങൾക്കിടയിൽ നിന്നും കരച്ചിലുകളും നിലവിളികളും ഉയർന്നു. വൻസലഖത്തി ത്വാഇറത്തു മിൻ മദ്രജിഹ, വിമാനം അതിൻ്റെ റൺവേയിൽ നിന്നും തെന്നിപ്പോയി. വസഖതത് ഫി വഹദത്തിൻ, എന്നിട്ട് അതൊരു കുഴിയിലേക്ക് വീണു, ഒരു മലയിടുക്കിലേക്ക് വീണു. റഅയ്തുന്നാസ യദ്ഖുലൂന സിറാഅൻ, അപ്പോൾ ജനങ്ങൾ, വിമാനം തകർന്നു പോയില്ലേ, തകർന്ന് പൊട്ടിപ്പോയി. നിങ്ങൾ 2 വർഷമോ കുറച്ച് വർഷം മുമ്പ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു വിമാനം തകർന്നു പോയത് ഓർമ്മയുണ്ടാകും. ആ ഒരു സംഭവമാണ്, അതേ രൂപത്തിലുള്ളൊരു കഥയാണ് ഇവിടെ പറയുന്നത്. റഅയ്തുന്നാസ യദ്ഖുലൂന സിറാഅൻ, ജനങ്ങൾ വേഗത്തിൽ കടന്നു വരുന്നത് ഞാൻ കണ്ടു. കഅന്നഹും മലായികത്തുൽ മുവാസാത്ത്, അവർ ആശ്വാസത്തിൻ്റെ മാലാഖമാരെ പോലെയായിരുന്നു. ജനങ്ങൾ ആശ്വാസവും കൊണ്ടുവരുന്ന മാലാഖമാരെ പോലെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞു വന്നു. വമദ്ദു ഇലൈന അയാദിയത്വം അനത്തി, അവർ ഞങ്ങളുടെ നേരെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി. മദ്ദു ഇലൈന, അവർ നീട്ടി, ഞങ്ങളിലേക്ക് നീട്ടി. അയാദിയത്വം അനത്തി, ആശ്വാസത്തിൻ്റെ കരങ്ങൾ. വനക്കലു അൽ ജറഹ വൽ മുസാബീന ഇലൽ മുസ്തഷ്ഫയാത്തി, അവർ പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി. നക്കല, അവർ കൊണ്ടുപോയി. അൽ ജറഹ, പരിക്ക് പറ്റിയവരെ. അൽ ജർഹ വൽ മുസാബിനെ, രണ്ടും പരിക്ക് പറ്റിയവരെ അവർ കൊണ്ടുപോയി. ഇലൽ മുസ്തഷ്ഫയാത്തി, ഹോസ്പിറ്റലുകളിലേക്ക്. ലൻ അൻസ ഉലായിക്കൽ മുതതവ്വിഈനൽ മുഖ്ലിസീന, ആ ആത്മാർത്ഥതയുള്ള സന്നദ്ധ പ്രവർത്തകരെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അൽ മുതതവ്വിഊന മീൻസ് വളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ. അൽ മുഖ്ലിസീന, ആത്മാർത്ഥതയുള്ള, അവരെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് ഉപ്പ പറഞ്ഞു. ബഅദ തമാമിൽ ഇസ്ആഫാത്തിൽ അവ്വലിയത്തിൽ അബി, ഉപ്പയുടെ പ്രഥമ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം. ബഅദ തമാമി, പൂർണ്ണമായതിന് ശേഷം. അൽ ഇസ്ആഫാത്തിൽ അവ്വലിയ ലി അബി, എൻ്റെ ഉപ്പയുടെ അൽ ഇസ്ആഫാത്തുൽ അവ്വലിയ, പ്രാഥമിക ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞതിന് ശേഷം. റജഅന ഇലൽ ബൈത്തി, ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. സ്വബാഹൽ യൗമിത്താലി, പിറ്റേ ദിവസം രാവിലെ.
ഖറഅ റൈഹാനുൽ ജരീദത്തൽ യോമിയത്ത, റൈഹാൻ ന്യൂസ് പേപ്പർ വായിച്ചു. ഫഹിമ അൻ ഹാദിസി ത്വാഇറത്തി കാമിലൻ, ആ പേപ്പറിൽ നിന്നും അവൻ വിമാനാപകടത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി. സുഹറുൽ ജർഹാവൽ മുതതവ്വിഈന ജഅലത് ഐനൈഹി തദ്രിഫാനി, പരിക്ക് പറ്റിയവരുടെയും ആ സന്നദ്ധ പ്രവർത്തകരുടെയും ചിത്രങ്ങൾ അവൻ്റെ കണ്ണുകളെ നനച്ചു. സുവർ മീൻസ് പിക്ചേഴ്സ്, ചിത്രങ്ങൾ. അൽ ജർഹ പരിക്ക് പറ്റിയവരുടെ, വൽ മുതതവ്വിഈന ആ വളണ്ടിയേഴ്സിൻ്റെ, ആ സന്നദ്ധ പ്രവർത്തകരുടെ, അവരുടെ ആ ചിത്രങ്ങൾ, പത്രത്തിൽ വന്ന അവരുടെ ആ ചിത്രങ്ങൾ ജഅലത്ത് ഐനൈഹി അവൻ്റെ കണ്ണുകളെ ആക്കി, തദ്രിഫാനി ഒഴുകുന്നതാക്കി, അവൻ്റെ കണ്ണുകളെ ഒഴുക്കി, മീൻസ് അവൻ കരഞ്ഞുപോയി ആ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ. മാ സാലത്ത് ദാക്കിറത്തുഹു മുംതലിഅത്തൻ ബിഖിദ്മാതിഹിം വശജാഅതിഹിം ലിത്തളഹിയത്തി, അവൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട് എന്ത്, അവരുടെ സേവനങ്ങളും അവരുടെ ത്യാഗത്തിന് വേണ്ടിയുള്ള, അവരുടെ ത്യാഗം ചെയ്യാനുള്ള അവരുടെ ധീരതയും അവൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. മാസാലത്ത് ദാക്കിറത്തുഹു മുംതലിയത്തൻ, അവൻ്റെ ദാക്കിറത്ത്, അവൻ്റെ മനസ്സ്, അവൻ്റെ ഓർമ്മ, മാസാലത്ത് മുംതലിയത്തൻ നിറഞ്ഞു നിൽക്കുന്നു, ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. മാസാലത്ത് മീൻസ് ഇപ്പോഴും, അല്ലേ, സ്റ്റിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ ഓർമ്മയിൽ? ബിഖിദ്മാതിഹിം അവരുടെ സേവനങ്ങൾ, ഈ ആളുകളുടെ, എയർപോർട്ടിനകത്തേക്ക് കയറി വന്ന ആളുകളുടെ സേവനങ്ങൾ. വശജാഅതിഹിം അവരുടെ ധീരതയും, എന്തിനുള്ള ധീരത? ലിത്തളഹിയത്തി ത്യജിക്കാനുള്ള, അല്ലേ, സ്വയം ത്യാഗം ചെയ്യാനുള്ള അവരുടെ ധീരതയും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് കഥ. ഇനി ഇവിടെ നസ്തഖ്രിജുൽ ജുമുഅ മിന നസ്സി വനക്തുബു, ജംഉകൾ കണ്ടെത്തി എഴുതണം. ഖത്റത്തുൻ തുള്ളി, ഖതറാത്ത് തുള്ളികൾ. സാഅത്തുൻ മണിക്കൂർ, സാആത്ത്. അറബത്തുൻ വണ്ടി, അറബാത്ത്. നബ്ലത്തുൻ പൾസ്, ഹൃദയമിടിപ്പ്, നബ്ലാത്ത്. മലക്കുൻ മാലാഖ, മലായിക്കത്തുൻ. ഹിബത്തുൻ ദാനം, ഹിബാത്ത്. സയ്യാറത്തുൻ കാർ, സയ്യാറാത്ത്. മുസ്തഷ്ഫ, മുസ്തഷ്ഫയാത്ത്. നുറാജിഉൻ നസ്സ വനുജീബു, പാഠഭാഗം വായിച്ച് ഉത്തരം എഴുതാം. ഐന കാന റൈഹാനു യൻതളിറു അബാഹു, റൈഹാൻ എവിടെയാണ് തൻ്റെ പിതാവിനെ കാത്തിരുന്നത്? എവിടെയാണ്? എയർപോർട്ടിലായിരുന്നു, അല്ലേ? ഉത്തരം എങ്ങനെ എഴുതാം? കാന റൈഹാനു യൻതളിറു അബാഹു ഫിൽ മത്താരി. ലിമ ദഹബ റൈഹാനു വ ഉമ്മുഹു ഇലൽ മത്താർ, റൈഹാനും അവൻ്റെ ഉമ്മയും എന്തിനാണ് എയർപോർട്ടിലേക്ക് പോയത്? ഉത്തരം അവരെ പിതാവിനെ സ്വീകരിക്കാൻ. അതെങ്ങനെ പറയും? ദഹബ റൈഹാനു വ ഉമ്മുഹു ഇലൽ മത്താരി, റൈഹാനും തൻ്റെ ഉമ്മയും എയർപോർട്ടിലേക്ക് പോയി. ലിസ്തിഖ്ബാലി വാലിദിഹി, ലിസ്തിഖ്ബാലി വാലിദി റൈഹാൻ, റൈഹാൻ്റെ പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടി. ലിസ്തിഖ്ബാൽ സ്വീകരിക്കാൻ വേണ്ടി. അയിന സഖത്തത്തി ത്വായിറത്തു, വിമാനം എവിടെയാണ് വീണത്? എവിടെയാണ് വീണത്? സഖത്തത്തി ത്വായിറത്തു ഫി വഹദത്തിൻ, ഒരു വഹദത്തിലേക്കാണ് വീണത്, അല്ലേ? ഒരു കുഴിയിലേക്കാണ് വീണത്, അല്ലെങ്കിൽ ഒരു മലയിടുക്കിലേക്കാണ് വീണത്. ഇല ഐന റജ റൈഹാനു മഅ വാലിദേഹി, റൈഹാൻ മാതാപിതാക്കളോടൊപ്പം എങ്ങോട്ടാണ് മടങ്ങിയത്? വീട്ടിലേക്ക്. റജ റൈഹാനു മഅ വാലിദേഹി ഇലൽ ബൈത്തി. മാതാക്കാനത്ത് ദിക്റയാത്തു റൈഹാൻ, റൈഹാൻ്റെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഓർമ്മകൾ ഈ സന്നദ്ധ പ്രവർത്തകരെ കുറിച്ചല്ലേ? അപ്പോൾ അതങ്ങനെ എഴുതാം. ഖിദ്മാത്തുൽ മുതതവ്വിഈന വശജാഅത്തുഹും ലിത്തളഹിയത്തി, അവരുടെ സേവനങ്ങളും അതേപോലെ ത്യജിക്കാനുള്ള അവരുടെ ധീരതയുമാണ് അവൻ്റെ ഓർമ്മയിലുള്ളത്. കൈഫ തംഅനത്തിൽ ഉമ്മ വലദഹ, ഉമ്മ എങ്ങനെയാണ് തൻ്റെ മകനെ ആശ്വസിപ്പിച്ചത്? ലമ്മത്തിൽ ഉമ്മു വലദഹ ഇലൈഹ, ഉമ്മ മകനെ അവരിലേക്ക് ചേർത്ത് പിടിച്ചു. വക്കാലത്ത് ലഹു, എന്നിട്ട് അവനോട് പറഞ്ഞു, അന്ന അബാഹു ഫി അമാനിൻ വസലാമിൻ, അന്ന അബാഹു ഫി സലാമിൻ വ അമാനിൻ, അവൻ്റെ ഉപ്പ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്. നുറത്തിബു തസ്രീഹാത്തി ഹസബന്നസ്, പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് താഴെയുള്ള പാരഗ്രാഫുകൾ, താഴെയുള്ള സെൻറ്റൻസുകൾ എന്ത് ചെയ്യാം? ഓർഡറിലാക്കാം. ആദ്യ സെൻറ്റൻസുകൾ വായിച്ചു നോക്കാം. കുൻതു അൻതളിറു അബി ഫിൽ മത്താരി, ഞാൻ എൻ്റെ ഉപ്പയെ എയർപോർട്ടിൽ കാത്തിരിക്കുകയായിരുന്നു. റഅയ്തു നാസ യദ്ഖുലൂന സിറാഅൻ, ജനങ്ങൾ വേഗത്തിൽ കയറുന്നത് ഞാൻ കണ്ടു. റജഅതു മഅ വാലിദയ്യ ബഅദ തമാമിൽ ഇസ്ആഫാത്തിൽ അവലിയത്തി, പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ മാതാപിതാക്കളോടൊപ്പം മടങ്ങിപ്പോയി.
ദഹബ്തു മഅ ഉമ്മി ഇലൽ മുസ്തഷ്ഫ, ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. ഫജഅത്തൻ സമയത്ത് സൗത്തൻ മുഖൈഫൻ, പെട്ടെന്ന് ഞാനൊരു ഭയാനകമായ ശബ്ദം കേട്ടു. ലാഹത്ത് തഫാസീലു ഹുബൂത്ത് ത്വയറത്തി, വിമാനം ഇറങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിച്ചു, സ്ക്രീനിൽ കാണിച്ചു. ഖറഅ റൈഹാനു അൽ ജരീദത്തുൽ യൗമിയ, റൈഹാൻ പത്രം വായിച്ചു. ഐക്കൻ തുവുക്കു ഹാദിസി ത്വയറ, വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പിച്ചു. ഇതിൽ ഒന്നാമത് വരേണ്ടത് ഏതാണ്? ആദ്യമുള്ളത് തന്നെയാണല്ലേ. കുൻതു അൻതളിറു, ആദ്യം കുൻതു അൻതളിറു അബി ഫിൽ മത്താരി, ഞാൻ എൻ്റെ ഉപ്പയെ എയർപോർട്ടിൽ കാത്തിരിക്കുകയായിരുന്നു. അതാണ് ഒന്നാമത് വരേണ്ടത്. രണ്ടാമത് ലാഹത്ത് തഫാസീൽ ഹുബൂത്ത് ത്വായിറത്തി, വിമാനം ലാൻഡ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങളൊക്കെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഫജിയത്തൻ സമയത്ത് സൗത്തൻ മുഖൈഫൻ, പെട്ടെന്ന് ഭയാനകമായൊരു ശബ്ദം ഞാൻ കേട്ടു. അടുത്തത് റഅയ്തുന്നാസ യദ്ഖുലൂന സിറാഅൻ, ജനങ്ങളൊക്കെ വേഗം എയർപോർട്ടിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. അടുത്തത് ഐക്കൻ തുവുക്കു ഹാദിസി ത്വയറത്തി, വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ ദഹബ്തു മഅ ഉമ്മി ഇലൽ മുസ്തഷ്ഫ, ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. അടുത്തത് റജഅതു മഅ വാലിദയ്യ ബഅദ തമാമിൽ ഇസ്ആഫത്തിൽ അവലിയത്തി, പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മാതാപിതാക്കളോടൊപ്പം ഞാൻ മടങ്ങി. ഖറഅ റൈഹാനു അൽ ജരീദത്തുൽ യൗമിയ, റൈഹാൻ പത്രം വായിച്ചു. ഇതാണ് ഓർഡർ അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നക്തുബുൽ ജുമല അലാ ലൗഇ സൂറത്തി കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ചിത്രം നോക്കിയിട്ട് താഴെ എഴുതാം. ഇവിടെ ഒരു ചിത്രമുണ്ട്. എന്താണ്? റഅയ്തുന്നാസ യഖ്റുജൂന മിനൽ മത്താർ, ജനങ്ങൾ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഞാൻ കണ്ടു. ഓക്കെ, ഇനി അടുത്ത ചിത്രം ഒരു അധ്യാപകൻ ബോർഡിൽ എഴുതുന്നതാണ് അല്ലേ. റഅയ്തു അവിടെ കൊടുത്തിട്ടുണ്ട്. അധ്യാപകൻ ബോർഡിൽ എഴുതുന്നത് ഞാൻ കണ്ടു എന്നാണ് എഴുതേണ്ടത്. റഅയ്തുൽ മുദരിസ, അധ്യാപകനെ ഞാൻ കണ്ടു. യക്തുബു അല സബ്ബൂറത്തി, ബോർഡിൽ എഴുതുന്നത്. റഅയ്തുൽ മുദരിസ യക്തുബു അല സബ്ബൂറ, അധ്യാപകൻ ബോർഡിൽ എഴുതുന്നത് ഞാൻ കണ്ടു. നെക്സ്റ്റ്, ഒരു കുട്ടി ബോൾ കളിക്കുകയാണല്ലേ. റഅയ്തുൽ വലദ യൽഅബു ബിൽ കുറത്തി, കുട്ടിയെ ബോൾ കൊണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് റഅയ്തുൽ മുസാരിഇനെ ഞാൻ കണ്ടു, കർഷകനെ എന്ത് ചെയ്യുന്നതാണ്? വിളകൾ കൊയ്യുന്നതാണതല്ലേ. യഹ്സുദുൽ മഹാസുയില, യഹ്സുദു മീൻസ് കൊയ്യുക, അൽ മഹാസുയിൽ വിളകൾ, മുസാരി വിളകൾ കൊയ്യുന്നത് ഞാൻ കണ്ടു. ഇനി നുക്മിലു ബി തഅലീഖിൻ മുനാസിബിൻ, അനുയോജ്യമായ കമൻറ്റുകൾ, അടിക്കുറിപ്പുകൾ ഇതിനെഴുതണം. തഅലീഖുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചിത്രം നോക്കി അതിനെ അനുസരിച്ച് വെച്ചാൽ മതി അല്ലേ. ഫി കുല്ലി കബിദിൻ റതുബത്തിൻ അജറുൻ, എല്ലാ പച്ചക്കരളിലും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇതിനോടാണ് യോജിക്കുന്നത്, ഈ ചിത്രത്തിനോട് അല്ലേ. ഒരു പക്ഷി കുഞ്ഞിനെ കയ്യിൽ വെച്ചത്. എല്ലാ പച്ചക്കരളിലും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ പച്ചക്കരളുള്ള, അതായത് ജീവനുള്ള എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിച്ചാൽ പ്രതിഫലം ലഭിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതൊരു ഹദീസാണല്ലേ, അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ലൈസൽ അമ ഐബൻ, അമ അന്ധതയൊരു ന്യൂനതയല്ല, അതിതാണല്ലേ. അന്ധനായൊരു വ്യക്തിയാണ് കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്തല്ല, അന്ധത എന്നതൊരു ന്യൂനതയല്ല, അതൊരു പ്രത്യേകതയാണ് അല്ലേ. അതിവിടെ എഴുതുക, ലൈസൽ അമ ഐബൻ എന്നത്. പിന്നെ അടുത്തെന്താണ്? അസ്സിബാഹത്തു തുഞ്ചീന മിനൽ ഗർഖ്, നീന്തൽ മുങ്ങിപ്പോകുന്നതിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു, അതിവിടെ എഴുതുക. സുറൂറു നാഫി സലാമത്തിക്കും, ഞങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സുരക്ഷയിലാണ്, അത് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. നക്രവ നസുലു ബിമ യുനാസിബ്, അനുയോജ്യമായത് ചേർക്കാം. ത്വായിറത്തുൻ, വിമാനം, അതിൻ്റെ നേരെ ഏതാണ് വേണ്ടത്? മസാറുൻ ജവ്വിയുൻ, എയർ റൂട്ട് അല്ലേ. വിമാനം മസാറുൻ ജവ്വിയിലൂടെ, എയർ റൂട്ടിലൂടെയാണ് വിമാനം പോവുക. സയ്യാറത്തുൽ ഇസ്ആഫ്, ആംബുലൻസ് ഏതിൽ കൂടെയാണ് പോവുക? അഷാരി, റോഡിലൂടെയാണ്. കിത്താറുൻ, തീവണ്ടി. സിക്കത്തുൽ ഹദീദ്, റെയിൽപാളത്തിലൂടെ. സഫീനത്തുൻ, കപ്പൽ. മസാറുൻ ബഹരിയുൻ, സീ റൂട്ട്, കടൽപാതയിലൂടെയാണ് സഫീനത്ത് സഞ്ചരിക്കുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.